ഡിയേഴ്സ്, വെൽക്കം ഓൾ. NOSന്റെ സൂപ്പർ 30 പ്രൊഡിക്ഷൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മുടെ NOSന്റെ എക്സാംസ് ഒക്കെ അടുത്ത് വരികയല്ലേ. അപ്പൊ എല്ലാവരും സ്റ്റഡിയുടെ തിരക്കിലായിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാവരും റിവിഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഓരോ സബ്ജക്റ്റിന്റെയും ഈ പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് മിസ് വന്നിട്ടുള്ളത് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് NOSലെ 10th സോഷ്യൽ സയൻസ് ആണ്. അപ്പം സോഷ്യൽ സയൻസ് 213 നമ്മുടെ കോഡ് വരുന്നത് 213 ആണ്. അപ്പൊ ഈ സോഷ്യൽ സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അപ്പൊ എല്ലാവരും ആ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് പുറമെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് 10 ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 10 പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു സെഡ് ഡെമോക്രസി ഈസ് എ ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ ആൻഡ് ബൈ ദി പീപ്പിൾ? ആരാണ് മക്കളെ നമ്മുടെ ഈ ഡെമോക്രസി എന്ന് പറയുന്നത്? ഗവൺമെന്റ് ആണ്, ഓഫ് ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ ആൻഡ് ബൈ ദി പീപ്പിൾ. ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എബ്രഹാം ലിങ്കൺ ആണോ, മഹാത്മാഗാന്ധി ആണോ, ലിയോ ടോൾസ്റ്റോയ് ആണോ, സുഭാഷ് ചന്ദ്രബോസ് ആണോ? ആരാണ് ഈ പറഞ്ഞിട്ടുള്ളത്? യെസ്, അപ്പൊ നമ്മുടെ ഡെമോക്രസി ഈസ് എ ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ എന്ന് പറഞ്ഞത് ഓപ്ഷൻസ് എ എബ്രഹാം ലിങ്കൺ ആണ്. ഓക്കെ, എബ്രഹാം ലിങ്കൺ ആണ് ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ മസ്റ്റ് ഫോർ ഡെമോക്രസി? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നോട്ട് എ മസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ റീഡ് ചെയ്ത് പോകുമ്പോൾ ഈ നോട്ടൊന്നും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ അതുമൂലം നമുക്ക് ഒരു മാർക്കാണ് മിസ് ആവുന്നത്. സോ ഏതാണ് ഡെമോക്രസിയിൽ ഇമ്പോർട്ടന്റ് അല്ലാത്തത്? നോട്ട് എ മസ്റ്റ് ഫോർ ഡെമോക്രസി എന്നാ ചോദിച്ചത്. ഓപ്ഷൻ എ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ, ഓപ്ഷൻ ബി കമ്പൽസറി മിലിറ്ററി സർവീസ്, ഓപ്ഷൻ സി പീപ്പിൾസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി. ഇതിൽ ഏതാണ് നോട്ട് എ മസ്റ്റ് ഫോർ ഡെമോക്രസി? യെസ്, ഓപ്ഷൻ ബി കമ്പൽസറി മിലിറ്ററി സർവീസ് ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് കമ്പൽസറി ആയിട്ടുള്ള ഒരു മിലിറ്ററി സർവീസ് ആവശ്യം, കമ്പൽസറി ആണ്. അപ്പൊ അത് നോട്ട് എ മസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ. Which one of the following countries was main participant in the first and second world war? അപ്പൊ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ വേൾഡ് വാറിൽ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടത്തില് ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും മെയിൻ പാർട്ടിസിപ്പന്റ് ആരാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആരാണ്, ഏത് രാജ്യമാണ് മെയിൻ പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്നത്? നമുക്ക് നോക്കാം. ഓസ്ട്രേലിയ ആണോ, തുർക്കി ആണോ, ജർമ്മനി ആണോ, ഡെൻമാർക്ക് ആണോ? ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓസ്ട്രിയ, തുർക്കി, ജർമ്മനി ആൻഡ് ഡെൻമാർക്ക്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ജർമ്മനി. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ജർമ്മനിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു. മെയിൻ പാർട്ടിസിപ്പന്റ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും മെയിൻ പാർട്ടിസിപ്പന്റ് ആണ് നമ്മുടെ ജർമ്മനി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഹു പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ലോക്സഭ? അപ്പൊ നമ്മൾ ലോകസഭയെ കുറിച്ചിട്ടും അതുപോലെ രാജ്യസഭയെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകസഭ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്? പ്രിസൈഡിങ് എന്ന് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, പ്രിസൈഡിങ് ഓഫീസ്. അപ്പൊ ഈ പ്രിസൈഡിങ് സെക്ഷൻ ആരാണ് നോക്കുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റ് ആണോ, അല്ലെങ്കിൽ സ്പീക്കർ ആണോ, ഡെപ്യൂട്ടി ചെയർമാൻ ആണോ, അതും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇതിൽ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്? ലോക്സഭ പ്രിസൈഡ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. യെസ്, ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സ്പീക്കർ. ഓക്കെ, സ്പീക്കർ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ലോക്സഭ. ഒരു മീറ്റിംഗ് കണ്ടക്ട് നടക്കുകയാണെങ്കിൽ അത് പ്രിസൈഡ് ചെയ്യുന്ന ആരാണ്? സ്പീക്കർ ആണ്. അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇത് പല രീതിയിൽ പല ആംഗിളിൽ നിന്നും ചോദിക്കാം.
കാരണം ഇപ്പൊ 1 വേർഡാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താ ചെയ്യാം, 1 മാർക്കിന് പുറമെ 2 മാർക്കിനും ചോദിക്കാം. ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് 2 മാർക്കിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ തെറോ ആയിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ഇനി നമ്മുടെ 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ? മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽവേ. അപ്പൊ റെയിൽവേയുടെ, ഇപ്പൊ നമ്മൾ റെയിൽവേയെ കുറിച്ചിട്ടും അതുപോലെ റോഡ് ആയിക്കോട്ടെ വിവിധ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ഈ റെയിൽവേസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഈ റോഡും പഠിക്കണം, പ്ലസ് ഈ റെയിൽവേയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈവ് ക്ലാസ്സിലും നമ്മൾ ലൈവ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ റെയിൽവേയുടെ 2 അഡ്വാൻറ്റേജ് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽവേ. ഇപ്പൊ നമ്മൾ എല്ലാവരും ട്രെയിനിൽ കയറിയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുള്ളവരാണ്. നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ്? അപ്പൊ ആ 2 നേട്ടങ്ങളാണ് എഴുതുക, അഡ്വാൻറ്റേജസ് എഴുതുക. ക്ലിയർ? അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് എഫക്റ്റീവ് ഫോർ ലോങ് ഡിസ്റ്റൻസ്. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, കോസ്റ്റ് എഫക്റ്റീവ് ഫോർ ലോങ് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ദൂരെ യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ബൈക്ക് എടുത്തിട്ടും കാർ എടുത്തും പോകുന്നതിനേക്കാളും നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് എന്തിൽ പോകാൻ പറ്റും? ട്രെയിനിൽ പോകാൻ പറ്റും. So railways are one of the most economical means of transport for carrying large quantities of goods and passengers over long distance. അപ്പൊ നമുക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ പറയുന്ന ഡൽഹിയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഗുഡ്സ് ചരക്കുകൾ ഇങ്ങനെ ഇത്തരത്തിൽ ഓരോ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് ലോങ് ഡിസ്റ്റൻസിലേക്ക് യാത്ര ചെയ്യാൻ ആളുകളെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീർഘദൂര യാത്രകൾക്ക് ചെലവ് വളരെ കുറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി പഠിച്ചത്. ഇനി സെക്കൻഡ് പോയിന്റ്, എൻവയോൺമെന്റലി ഫ്രണ്ട്ലി. അപ്പൊ കുറച്ചൊരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒന്നാണ് ആര്? നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത്. ട്രെയിൻ പ്രൊഡ്യൂസ് ലെസ് എയർ പൊല്യൂഷൻ കമ്പയർഡ് ടു റോഡ് ട്രാൻസ്പോർട്ട്, മേക്കിംഗ് റെയിൽവേ ഈസ് മോർ എക്കോ ഫ്രണ്ട്ലി ഓപ്ഷൻ. അപ്പൊ നമ്മളിപ്പോ ഈ റോഡിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ളും വാഹനങ്ങളുടെ തിരക്കാണ് അല്ലെ, ഗതാഗത കുരുക്കുകളൊക്കെ. അപ്പൊ ഇത്തരത്തില് വാഹനങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന എയർ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതേസമയം ട്രെയിൻ ആണെങ്കിലോ ഈ വാഹനങ്ങളുടെ അത്ര തന്നെ എയർ പൊല്യൂഷൻ എവിടെ ഉണ്ടാവുന്നില്ല? നമ്മുടെ റെയിൽവേയിൽ സംഭവിക്കുന്നില്ല. സോ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആണ് എന്നുള്ളത്. ഓക്കെ, പരിസ്ഥിതി സൗഹൃദപരമാണ്. റോഡ് ഗതാഗതത്തെ അപേക്ഷിച്ച് ട്രെയിനുകള് കുറഞ്ഞ വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. ഇത് റെയിൽവേയെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദ ഓപ്ഷൻ ആക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ 2 അഡ്വാൻറ്റേജ് നമ്മൾ ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ 2 മാർക്സിന് ചോദിക്കാം, 4 മാർക്സിനായിരിക്കും, 3 മാർക്സിനും പല രീതിയിലും റെയിൽവേസിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ഏരിയ ആണ് റെയിൽവേ. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. Okay, our 6th question, describe any 2 fundamental duties. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ, മൗലിക അവകാശങ്ങള്, മൗലിക കടമകള്. അപ്പൊ എന്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എഴുതി രേഖപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പല രാജ്യങ്ങളിൽ നിന്നും ഓരോ കോൺസെപ്റ്റുകൾ കടമെടുത്ത് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലുതായിട്ട് മാറിയിട്ടുണ്ട്. സോ അതില് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് 2 എണ്ണം മതി. Okay, describe any 2 fundamental duty. 2 duties മതി. To abide by constitution and respect its ideal and institution, the national flag and the national anthem. ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മളിപ്പോ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ദേശീയ ഗാനം ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പല പ്രോഗ്രാമിലൊക്കെ ദേശീയ ഗാനത്തോടു കൂടി അവസാനിപ്പിക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് ദേശീയ ഗാനം, നാഷണൽ ആന്തം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് അറ്റൻഷൻ ആയിട്ട് നിൽക്കാറുണ്ട്. ഓക്കെ,
സൈലന്റ് ആയിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ നാഷണൽ നമ്മുടെ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാകയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാറ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. നമ്മുടെ നാഷണൽ ഫ്ലാഗും നമ്മുടെ നാഷണൽ ആന്തം ഇതിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ടു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലെ വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ദിസ് ഡ്യൂട്ടി എംഫസൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഫോർ respecting the country's democratic value, its institution like the parliament. അപ്പൊ ഇവിടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെയും പാർലമെന്റ്, നീതിന്യായ വ്യവസ്ഥ പോലുള്ള സ്ഥാപനങ്ങളെയും പതാക, ദേശീയ ഗാനം തുടങ്ങിയ ചിഹ്നങ്ങളെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കടമ ഊന്നി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ഓക്കെ, വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഇനി സെക്കൻഡ്, to protect and improve the natural environment including forest, lake, rivers and wildlife, to have compassion for living creation. അപ്പൊ ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് ലേക്കുകൾ ഉണ്ട്, ഫോറസ്റ്റുകൾ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് ഉണ്ട്. ഇത് എന്ത് ചെയ്യണം? നമ്മള് ഇതൊക്കെ പരിപാലിച്ചു പോരണം. ഓക്കെ, അതും നമ്മുടെ വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. വനങ്ങള്, തടാകങ്ങള്, നദികള്, വന്യജീവികള് എന്നിവയുൾപ്പെടെയുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുക, പ്രകൃതിയെ എല്ലാതരം ജീവജാലങ്ങളെയും പരിപാലിക്കാൻ ഈ കടമ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോണം. നമ്മളെ ചുറ്റും കാണുന്ന ഈ വയലുകളായാലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ അത് നികത്താണ്. അപ്പൊ അതൊക്കെ തടഞ്ഞിട്ട് ഈ പറയുന്ന വനങ്ങള്, തടാകങ്ങള്, നദികള്, വന്യജീവികൾ ഇതൊക്കെ പരിപാലിക്കണം, ഇവരെ സംരക്ഷിക്കണം എന്നുള്ളത് വൺ ഓഫ് ദി നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ രണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും റൈറ്റ്സുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? നമ്മൾ അല്ലെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടി ആവശ്യമുള്ളതാണ് നമ്മുടെ റിസോഴ്സസ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു നമ്മുടെ ഈ വനങ്ങളും ഈ പറയുന്ന നദികളും വന്യജീവികളും ഇതൊക്കെ പരിപാലിക്കണം എന്നുള്ളത്. ഈ വനങ്ങളും ഫോറസ്റ്റ് ആയാലും നദികളായാലും തടാകങ്ങളൊക്കെ വരും തലമുറയ്ക്ക് കൂടി ആവശ്യപ്പെട്ടതല്ലേ. സോ ആ രീതിയിൽ വേണം നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എല്ലാം അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല വേണ്ടത്. അത് വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടി ബാക്കി വെച്ചിട്ട് വേണം നമ്മളെ ഉപയോഗപ്പെടുത്താൻ. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: current generation meet their needs without compromising the ability of future generation to meet theirs. ഇപ്പൊ നിലനിൽക്കുന്ന എന്താണ്? ഇപ്പൊ ഉള്ള തലമുറ, കറന്റ് ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷന് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് പോലും പരിഗണിക്കാതെ എല്ലാ റിസോഴ്സസും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കാൻ, അത് ഒഴിവാക്കാനായിട്ട് എന്ത് അത്യാവശ്യമാണ്? Here is the key reason why sustainable development is needed. So നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ആ ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. എന്നിട്ട് എന്ത് വേണം? എന്തിനാണ് ഈ സസ്റ്റൈനബിൾ സുസ്ഥിര വികസനം എന്നുള്ള കാര്യങ്ങള് ഒരു അതിന്റെ ആവശ്യകത എന്താണുള്ളത് ഒരു 2-3 പോയിന്റ്. നമുക്ക് 2 മാർക്കിനാണ് ചോദിക്കുന്നെങ്കിൽ 2 പോയിന്റ് മിനിമം വേണം. 3 മാർക്കിനാണെങ്കിൽ 3 പോയിന്റുകൾ മിനിമം എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം എഴുതുക, ദെൻ അതിന്റെ പോയിന്റിലേക്ക് പോകും. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. എന്താണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ? നമ്മുടെ പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അത് സംരക്ഷണം സാധ്യമാകണമെങ്കിൽ എന്തും കൂടി അത്യാവശ്യമാണ്? ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൂടി അത്യാവശ്യമാണ്. നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, ഫോറസ്റ്റ് ആൻഡ് ഫോസിൽ ഫ്യൂവൽസ് ആർ ബീങ് ഡിപ്ലീറ്റഡ് റാപ്പിഡ്ലി. ഇപ്പൊ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ് ഈ പറയുന്ന വാട്ടർ, വെള്ളമായാലും വനങ്ങളായാലും ഫോസിൽ ഫ്യൂവൽസ് ആയാലും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്ലീറ്റ് ചെയ്തു പോകുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് റെസ്പോൺസിബിൾ യൂസ് ഓഫ് ദീസ് റിസോഴ്സസ് ടു അവോയ്ഡ് ലോങ് ടേം എൻവയോൺമെന്റൽ ഡാമേജ്.
അപ്പൊ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ ഡാമേജുകൾ ഇല്ലാണ്ടാക്കാനായിട്ട് പരിസ്ഥിതി സംരക്ഷണം അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജലം, വനങ്ങള്, ഫോസിൽ ഇന്ധനങ്ങള് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങള് അതിവേഗം ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീർഘകാല പാരിസ്ഥിതിക നാശം ഒഴിവാക്കാൻ സുസ്ഥിര വികസനം ഈ വിഭവങ്ങളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ഈ ഒരു പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളൊരു പോയിന്റ് നമുക്ക് ആ രീതിയിൽ പറയാം. ഓക്കെ, ഇതാണ് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് പോവാലോ. ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നമ്മുടെ കാലാവസ്ഥയിൽ എന്ത് വരുന്നുണ്ട്? ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് എന്താ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, കൺട്രോൾഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഡിഫോറസ്റ്റേഷൻ കോൺട്രിബ്യൂട്ട് ടു ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഇത്തരത്തിലുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള വ്യാവസായികവൽക്കരണവും ഡീഫോറസ്റ്റേഷൻ വനനശീകരണവും ഒക്കെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവും. അപ്പൊ നമുക്ക് കാലം തെറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Sustainable development encourages the use of renewable energy and eco-friendly practices to reduce greenhouse gas emission. അപ്പം ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനത്തെ ലഘൂകരിച്ച് കൊണ്ടുവരാൻ എന്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞത്? ആ ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം അത്യാവശ്യമാണ്. അനിയന്ത്രിതമായിട്ടുള്ള വ്യാവസായികവൽക്കരണവും വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്നുണ്ട്. ഹരിതഗൃഹവാതക ഉദ്പാദനം കുറയ്ക്കുന്നതിന് പുനരുപയോഗ ഊർജത്തിന്റെയും പരിസ്ഥിതി സൗഹൃദ രീതികളുടെയും ഉപയോഗത്തെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് പോയിന്റ്, ഇത് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് പോയിന്റ്, എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമിക്കലി എന്ന് സ്റ്റേബിൾ ആക്കാൻ, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് എന്താ അത്യാവശ്യമാണ്? നമ്മുടെ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. സുസ്ഥിര വികസനം നമുക്ക് ആവശ്യമാണ്. It helps build a stable economy by promoting green jobs, innovations and efficient resources use which can support long-term economic growth without harming the planet. അപ്പോൾ economically stable, സാമ്പത്തികമായുള്ള ഒരു സ്ഥിരത, ഗ്രഹത്തിന് ദോഷം വരാത്ത ദീർഘകാല സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഹരിത തൊഴിലവസരങ്ങള്, നവീകരണം, കാര്യക്ഷമമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് സ്ഥിരതയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സാമ്പത്തിക സ്ഥിരതയുണ്ട്, കാലാവസ്ഥ വ്യതിയാന ലഘൂകരണം ഉണ്ട്, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം. ഇതൊക്കെ എന്തിന്റെ നീഡായിട്ട് പറയാം? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത്യാവശ്യമായിട്ട് ആവശ്യകത കൂടി വരുന്നതിന്റെ ഓരോ പോയിന്റുകളാക്കി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അവർ 8th ക്വസ്റ്റ്യൻ, describe any 3 factors affecting the climate of India. അപ്പൊ ഇവിടെ 3 factors എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. സോ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ക്ലൈമറ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം. നമുക്ക് പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്യാം. ലാറ്റിറ്റ്യൂഡ്, വൺ ഓഫ് ദി എന്താ ഫാക്ടർ ആണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അക്ഷാംശ രേഖകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ അക്ഷാംശം എങ്ങനെയാണ് ക്ലൈമറ്റിനെ ഈ അഫക്ട് ചെയ്യുന്നത്? നമുക്ക് നോക്കാം അല്ലെ. India lies in the northern hemisphere between the roughly 8° north and 37° north. This means it experiences tropical and subtropical climates. അപ്പൊ ഇവിടെയുള്ള ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ഈ 8° 37° നോർത്തിനും ഇടയിലുള്ള ആ ഒരു ഏരിയയിൽ. The southern part, the northern part ആണെങ്കിൽ southern പാർട്ടിൽ എന്താണ്? Being close to the equator, നമ്മുടെ സെൻട്രലിലെ ഇക്വേറ്ററിനോട് അടുത്താണ് southern part ഉള്ളത്. So remain warmer throughout the year. അപ്പൊ അവിടെ എപ്പോഴും എന്തായിരിക്കും? സൂര്യന് നേരെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ചൂടായിരിക്കും. While the northern part more seasonal variation including cold winter. പക്ഷെ നോർത്തേൺ പാർട്ടിൽ അവിടെ കോൾഡ് വിന്റർ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇക്വേറ്ററിന്റെ അടുത്തുള്ള സെൻട്രൽ അടുത്തുള്ള ഭാഗങ്ങളിൽ എപ്പോഴും ചൂട് തന്നെയായിരിക്കും. അക്ഷാംശം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖല കാലാവസ്ഥകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്.
ഭൂമധ്യരേഖയോട് അടുത്തായതിനാൽ തെക്കൻ ഭാഗം മുഴുവൻ ചൂടായി തുടരും. അതേസമയം വടക്കൻ ഭാഗത്ത് തണുത്ത ശൈത്യകാലം ഉൾപ്പെടെ കാലാനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഒരു പോയിന്റ് എന്താണ്? ലാറ്റിറ്റ്യൂഡ്. ഇനി ക്ലൈമറ്റ് ചേഞ്ചിനുള്ള മറ്റൊന്ന്, ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് ആണ് ഹിമാലയസ്. എന്താണ്? ഹിമാലയൻ. The Himalayan mountain range acts as a barrier that protect the Indian subcontinent from the cold winds blowing from Central Asia. This helps keep most of northern India relatively warmer in winter. അപ്പോൾ ഹിമാലയം എന്ന് പറയുമ്പോൾ മധ്യേഷ്യയിൽ നിന്ന് വീഴുന്ന തണുത്ത കാറ്റിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സംരക്ഷിക്കുന്ന ഒരു തടസ്സമായിട്ട് ഹിമാലയൻ പർവ്വതനിര പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള തണുത്ത കാറ്റിനെ പ്രതിരോധിക്കാനായിട്ട് നിൽക്കുകയാണ് ആര്? നമ്മുടെ ഹിമാലയൻ പർവ്വതനിരകള്. ശൈത്യകാലത്ത് വടക്കേ ഇന്ത്യയുടെ ഭൂരിഭാഗവും താരതമ്യേന ചൂടായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ചൂട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഹിമാലയം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വടക്കൻ ഇന്ത്യയുടെ ഭൂരിഭാഗവും മൺസൂണിനെ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിലും ഹിമാലയം നിർണയിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കനത്ത മഴയ്ക്കും കാരണമാവുന്നുണ്ട്. അപ്പൊ ഹിമാലയം ഒരു അഫക്റ്റിംഗ് ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. തേർഡ് വൺ, മൺസൂൺ വിൻഡുകൾ, കാറ്റ്, മൺസൂൺ കാറ്റ്. ഇന്ത്യൻ ക്ലൈമറ്റ് ഈസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മൺസൂൺ. The southwest monsoon which occurs from June to September. അപ്പൊ നമ്മുടെ എപ്പോഴാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ മൺസൂൺ കാറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇന്ത്യൻ കാലാവസ്ഥയെ മൺസൂൺ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സംഭവിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയുടെ വാർഷിക മഴയുടെ ഭൂരിഭാഗവും നൽകുന്നുണ്ട്. സോ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം മൺസൂൺ വിൻഡ് അഥവാ മൺസൂൺ കാറ്റ്. ഈ 3 പോയിന്റുകളാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പവർ ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യയുടെ പവറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടത്. The Prime Ministers of India hold a pivotal positions in the Indian political and administrative system. As the head of the government, the Prime Minister has a wide range of powers and responsibilities. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഹെഡ് എന്നുള്ള രീതിയിൽ പ്രൈം മിനിസ്റ്റേഴ്സിന് ഒരുപാട് ഡ്യൂട്ടീസുകളുണ്ട്, അധികാരങ്ങളുണ്ട്, പവേഴ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടാണ്. അപ്പൊ അതിലൊന്ന് പറയാം എക്സിക്യൂട്ടീവ് പവർ. വൺ ഓഫ് ദി പവർ ആണ് എക്സിക്യൂട്ടീവ് പവർ. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഹെഡ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ലീഡ് ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അലോക്കേറ്റ് പോർട്ട്ഫോളിയോ ടു മിനിസ്റ്റേഴ്സിനൊക്കെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതും പോളിസി മേക്കർ ആയിട്ടും സെൻട്രൽ റോൾ ഇൻ ഫോർമുലേറ്റിംഗ് പോളിസി ആൻഡ് ഡിസിഷൻ ദ ഗവൺമെന്റിന്റെ പോളിസികളൊക്കെ കൃത്യമായിട്ട് മേക്ക് ചെയ്യുന്നതും അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു എക്സിക്യൂട്ടീവ് പവേഴ്സ് ആരിൽ നിശ്ചിതമാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സിൽ. അപ്പൊ അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദെൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. ദെൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ലീഡർ ഓഫ് ലോകസഭയുടെ ലീഡർ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. If a member of Lok Sabha, the Prime Minister is the leader and decide the legislative agenda of the government. അപ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് അജണ്ട കൈകാര്യം ചെയ്യുന്നതൊക്കെ നോക്കി നടത്തുന്നതൊക്കെ പ്രൈം മിനിസ്റ്റർ ആണ്. advise the president on summoning the proroguing section of the parliament and dissolution of the Lok Sabha, speeches and statements. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യം ലോകസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആർക്കാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സിനാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, അടുത്ത പവറാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്. അപ്പോയിന്റ്മെന്റ്സ്, അഡ്വൈസേഴ്സ്, അതുപോലെ അപ്പോയിന്റ്മെന്റ് ഓഫ് കീ ഒഫീഷ്യൽസ്, ഗവർണേഴ്സ്, ചീഫ് ഇലക്ഷൻ ഓഫീസർ, ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ. ആരൊക്കെയാണ്? ഗവർണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇവരുടെയൊക്കെ അപ്പോയിന്റ്മെന്റ് നോക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ്, അപ്പോൾ ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, ഇതൊക്കെ പ്രൈം മിനിസ്റ്റർ ആണ്
നോക്കി നടത്തുന്നത്. പിന്നെ എമർജൻസി പവറും പ്രൈം മിനിസ്റ്ററിന് തന്നെയാണ്. അപ്പൊ ഇവിടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുണ്ട്, നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട്, അതുപോലെ ഭരണപരമായിട്ടുള്ള അധികാരങ്ങളുണ്ട്, വിദേശകാര്യവും പ്രതിരോധവും, പിന്നെ അടിയന്തര അധികാരങ്ങൾ. ഇത്രയും അധികാരങ്ങളാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനുള്ളത്. അപ്പൊ അത്തരത്തിലാണ് നമ്മൾ 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഓരോ പവേഴ്സും കൃത്യമായിട്ട് എഴുതിയത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോവുക. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 10 predicted ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അപ്പം UNO, റോൾ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ റോളാണ് നമ്മൾ എഴുതേണ്ടത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO played a crucial role in promoting global peace, security, cooperation. അപ്പൊ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. UNO എന്ന് പറയുന്നത് എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഗ്ലോബൽ പീസ്, സെക്യൂരിറ്റി, കോപ്പറേഷൻ, ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് UNO ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ റോളുകൾ നമുക്ക് ഓരോന്ന് നോക്കാം. മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ എന്താ പറയും, പീസും സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പ്രൊമോട്ടിങ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ത്രൂ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽസ് ആൻഡ് വാരിയസ് ട്രീറ്റി UN വർക്ക് ടു പ്രൊട്ടക്ട് ബേസിക് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഫോർ ഓൾ. അപ്പം ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും UNOയുടെ വൺ ഓഫ് ദി റോളാണ്. പ്രൊവൈഡിങ് ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് ആയിട്ട്, അതായത് വേൾഡ് ഫ്ലഡ് പ്രോഗ്രാം, UNICEF പോലുള്ള ഏജൻസീസുകൾ വഴി ഇത്തരത്തിലുള്ള ഹ്യൂമനിറ്റേറിയൻ എയ്ഡുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സപ്പോർട്ടിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്ഹോൾഡിങ് ഇന്റർനാഷണൽ ലോ, അതുപോലെ പ്രൊമോട്ടിങ് ഗ്ലോബൽ കോപ്പറേഷൻ. ഗ്ലോബലി എന്താ, ഈ ക്ലൈമറ്റ് ചേഞ്ചിലും ടെററിസം, പാൻഡമിക്, ഗ്ലോബൽ ഇഷ്യൂസിനൊക്കെ ഒരു സൊല്യൂഷൻ കാണാനായിട്ട് അതിനൊരു പ്രൊമോട്ടിങ് ആര് നൽകുന്നുണ്ട്? UNO നൽകുന്നുണ്ട്. അപ്പൊ ആഗോള സമാധാനം, സുരക്ഷ, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതിന്റെ പോയിന്റുകളാണ്: അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ നിലനിർത്തുന്നു, മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, മാനുഷിക സഹായം നൽകുന്നുണ്ട്, സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്, അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, അതുപോലെ ആഗോള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ 10 prediction ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അതുപോലെ പ്ലസ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ. താങ്ക് യു.